more of you to be able to do that. I'm not sure. Maybe they don't understand me all. Anyway, I wonder if I can now firstly ask Biju to come and Biju to say a few words. And after that, I'm going to ask certainly from there and here some other gentlemen to come and say. So Biju, would you like to come up? And here, I'm going to give you this. Thank you, Rob. I will speak in Malayalam. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കും ഞങ്ങളുടെ പപ്പായുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള എല്ലാവരോടും ആദ്യമായിട്ട് ഞാൻ ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി രേഖപ്പെടുത്തട്ടെ. ഞാൻ സോണിക്കും ടോണിക്കും ഷൈനിക്കും സൂസനും ബിഹാഫായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം അവരുടെ കയ്യിൽ ഞാൻ സംസാരിക്കാനായിട്ട് അനുവാദം കൊടുത്താൽ അവർക്ക് ഒത്തിരി പറയാനുണ്ട്. വളരെ ചുരുക്കമായിട്ട് സമയത്തിൻ്റെ ചുരുക്കം നിമിത്തമാണ് വളരെ കുറച്ച് സംസാരിക്കുന്നത്. പപ്പ ഞങ്ങളെ പഠിപ്പിച്ചത് ചെറിയവരെയും വലിയവരെയും എങ്ങനെ ഒരുമിച്ച് സ്നേഹിക്കണമെന്നുള്ളതാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം. ഏതു സമയത്തും എപ്പോഴും സ്നേഹം എങ്ങനെ കാണിക്കണമെന്ന് ഞങ്ങളെ വളരെ വിശദമായിട്ട് പഠിപ്പിച്ചു തന്നു. മരിക്കുമ്പോൾ രണ്ട് കണ്ണുനീര് ഒഴുക്കുന്നതല്ല സ്നേഹമെന്നും, സ്നേഹമെന്ന് പറയുന്നത് കണ്ണുനീര് ആരുടെയും വീഴ്ത്താതെ, ആരുടെയും കണ്ണുനീര് നിലത്ത് വീഴാതെ അവരെ എങ്ങനെ സഹായിക്കണമെന്നുള്ളതാണ് സ്നേഹമെന്ന് വളരെ വ്യക്തമായിട്ട് പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം, പപ്പ മരിക്കുന്നതിനൊരു 6-7 മണിക്കൂറുകൾക്ക് മുമ്പ് ഞാനും പപ്പായും കൊണ്ടുണ്ടായിരുന്നു. എല്ലാ മക്കളും അവർക്ക് കിട്ടിയ സാഹചര്യം പപ്പായെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ എല്ലാവരും തങ്ങളാലാവുന്നത് കഴിഞ്ഞ 6 മാസം എല്ലാവരും പപ്പായെ ശുശ്രൂഷിച്ചു. ഈ രോഗത്തിന്റെ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോഴും മക്കൾ തൊട്ടടുത്തുള്ളത് പപ്പായ്ക്കൊരു വലിയ ആശ്വാസമായിരുന്നു, ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. നാട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും പപ്പായെ ഇങ്ങനെ മാനിക്കാൻ കഴിയത്തില്ലായിരുന്നു, ഇങ്ങനെ സ്നേഹിക്കാനും കഴിയത്തില്ലായിരുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ള സ്നേഹം അദ്ദേഹത്തിന് കൊടുക്കാനും അതുപോലെ അദ്ദേഹത്തിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിക്കാനും ഈ 6 മാസം കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ എനിക്കൊരു 50 രൂപ വേണം. ഞാൻ ചോദിച്ചു, എന്തിനാണ് പപ്പ? അത് മോനോട് ഞാൻ ഇപ്പൊ പറയത്തില്ല, നാളെ രാവിലെ ഞാൻ പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മമ്മിയിൽ നിന്നാണ് മനസ്സിലാക്കിയത്, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ആർക്കോ ഒരാൾക്ക് ഒരു 50 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. മമ്മി എന്നോട് പറഞ്ഞു, മോനെ 10,000 രൂപ അദ്ദേഹം തിരിച്ച് കൊടുക്കാനായിട്ടുള്ളപ്പോഴാണ് ഈ 50 രൂപ അദ്ദേഹം പപ്പ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചതെന്ന്. ഞങ്ങളെ പഠിപ്പിച്ചത് ഫെയ്ത്ത്ഫുൾനെസ്, അതായത് വിശ്വസ്തത, മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിന് വിശ്വസ്തതയ്ക്ക് യാതൊരു അതിരുമില്ലെന്ന് അതിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം ഈ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ സ്നേഹം എന്താണെന്ന് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും സ്നേഹം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു തന്നത് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്കൊരു വലിയ മാതൃകയായി. അതിന് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്കൊരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത്, നിങ്ങളോടൊന്ന് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പപ്പായുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കണമെന്നും എല്ലാ ബഹുമതികളോടും കൂടെ എല്ലാ ആദരവുകളോടും കൂടെ അവിടെ തന്നെ സംസ്കരിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പപ്പായ്ക്ക് ആദ്യ സമയത്തൊക്കെ രോഗം വരുന്നതിന് മുമ്പ് പപ്പ എന്നും പറയുമായിരുന്നു എന്നെ നാട്ടിലെത്തിക്കണമെന്ന്. എന്നാൽ രോഗം വന്നതിന് ശേഷം പപ്പ പറഞ്ഞു, എന്നെ മക്കളെ ഇവിടെ തന്നെ ഈ ദോഹയിൽ തന്നെ അടക്കം ചെയ്യണം. പ്രിയ മാതാവിനും അത് തന്നെയായിരുന്നു ആഗ്രഹം. അവരുടെ ആഗ്രഹത്തെ മാനിച്ചും കൊണ്ടാണ് ഞങ്ങൾ പ്രിയ പിതാവിന് ഇങ്ങനെ ഒരു അടക്ക ശുശ്രൂഷ ഇവിടെ ഞങ്ങൾ താല്പര്യത്തോടെ നിവർത്തിച്ചത്. അപ്പോൾ അത് ഞങ്ങൾക്കറിയാം, പിതാവ് ഇപ്പോൾ നിത്യതയിലാണ്, അത് ഞങ്ങൾക്ക് വളരെ ഉറപ്പുമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. പിതാവ് ഇത് കാണുമ്പോൾ നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്കത് ചെയ്തത് അദ്ദേഹത്തിന് വളരെ സന്തോഷമാകുമെന്ന് ഞങ്ങളുടെ ഹൃദയം ഞങ്ങളോട് തന്നെ പറയുന്നുണ്ട്. അപ്പം നാട്ടിലെത്തിക്കാൻ കഴിയാഞ്ഞതിൽ നിങ്ങളോട് പപ്പായുടെ ആഗ്രഹത്തെ മാനിച്ചിട്ട് മാത്രമാണ് നാട്ടിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെയായത്. ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾ കാണിച്ചിട്ടുള്ള സ്നേഹം, പപ്പായുടെ സ്നേഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു.
നിങ്ങളെ നേരിട്ട് കാണുവാനായിട്ട് ദൈവം അനുവദിക്കുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിൽ വന്ന് നിങ്ങളെയൊക്കെ കണ്ടുകൊള്ളാം. അതേപോലെ we say thank you to the eldership of this church, and we want to say thank you for all the medical staff, especially the doctors, the nurses who did the treatment for our dad. We say thank you to them. And ആരൊക്കെയാണോ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും, even the hospitality visiting team and the IP prayer, all those who are prayed for our dad, and all for the prayers for our family, we say thank you to you all. We love you all. Now I will hand over this mic to our pastor Koshi K. Matthew, and after that Pastor Jerry Cherian will speak. അതിനുശേഷം നാട്ടിൽ നിന്ന് പപ്പായുടെ ബ്രദറിൻലോ അച്ഛൻ റവറൻ മാത്യു തോമസ് കോർ എപ്പിസ്കോപ്പ സംസാരിക്കും. അതിനുശേഷം പപ്പായുടെ ബ്രദറിൻലോ ആയിരിക്കുന്ന അതേ കൊച്ചും ഞങ്ങളും കൂടെ സംസാരിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ പാസ്റ്റർ കോശി കെ മാത്യുവിന്റെ കയ്യിലേക്ക് കൈമാറും. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും, എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും, മന്നാവനാമേശുവിനോടു കൂടെ വാണിടും, മന്നാവനാമേശുവിനോട് കൂടെ വാണിടും, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, കർത്താവിനോടു കൂടെയൻ നിത്യവാസമേ, കർത്താവിനോടു കൂടെയൻ നിത്യവാസമേ. ബഹുമാനപ്പെട്ട പാസ്റ്റർ റോബ് നമ്മുടെ ഇടയിൽ നിന്നും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയ ബാബുച്ചാൻ്റെ കുടുംബാംഗങ്ങൾ, വിശേഷൽ കുഞ്ഞുള്ള ആൻറ്റി, ദാനം നൽകിയ മക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, കൊച്ചുമക്കൾ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവരും സൂം പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ മെമ്മോറിയൽ സർവീസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. ദോഹയിലുള്ള IPC ശാലേം ചർച്ചിനെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ കുടുംബമായും സഭയിൽ നിന്ന് ചില സഹോദരന്മാരും ഈ മെമ്മോറിയൽ സർവീസിൽ പങ്കെടുക്കുന്നത്. പ്രിയ ബാബുച്ചാൻ കുടുംബവും വിശേഷാൽ കുഞ്ഞുമുള്ളാൻ്റെ മക്കളും ഒക്കെ ദീർഘവർഷങ്ങൾ ശാലേം ചർച്ചിനോടുള്ള ബന്ധത്തിൽ ആത്മീയ ജീവിതം നയിച്ചവരാണ്. പ്രിയപ്പെട്ടവർ ജോലി പൂർത്തീകരിച്ച് നാട്ടിലേക്ക് പോയി വന്നതിന് ശേഷം മക്കളെ വിസിറ്റ് ചെയ്യുമ്പോൾ പ്രിയ ബാബുച്ചാനും പല പ്രാവശ്യം കുടുംബമായി ആരാധനയിൽ പങ്കെടുക്കുവാനും ആ ആത്മീയ ബന്ധവും സ്നേഹവും പുതുക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാന്തനും സൗമ്യനും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പിതാവായിരുന്നു പ്രിയ ബാബുച്ചാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. തൻ്റെ 80 വർഷത്തെ ജീവിതവും സേവനവും പൂർത്തീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ബൈബിൾ വീക്ഷണത്തിൽ മരണം എന്ന് പറയുന്നത് അത്യുത്തമമാണ്, അത് ലാഭമാണ്, അതൊരു ഭാഗ്യാവസ്ഥയാണ്, വിലയേറിയതുമാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് ദുഃഖവും സങ്കടവുമാണ്. കർത്താവിൻ്റെ മടങ്ങിവരവെങ്കിൽ തേജസ്സിൻ്റെ ശരീരത്തോടുകൂടെ പ്രിയ പിതാവിനെയും കാണാമെന്ന പ്രത്യാശയോടുകൂടെയാണ് നമ്മൾ പ്രിയ പിതാവിനെ ഇന്ന് യാത്ര അയക്കുന്നത്. ഇവിടെ ഈ പ്രോഗ്രാം ഷീറ്റിൽ അതിൻ്റെ ടൈറ്റിലായിട്ട് ഞാൻ വായിച്ചു, സെലിബ്രേഷൻ ഓഫ് ലൈഫ്. മരണത്തോടുള്ള ബന്ധത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതിനേക്കാളിൽ ജീവിതത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് വളരെ വിലപ്പെട്ടതാണ്. പ്രിയ ബ്രദർ ബിജു ഇവിടെ ഓർപ്പിച്ചല്ലോ, പിതാവിൻ്റെ സ്നേഹം, ഉത്തരവാദിത്ത ബോധം, ഫെയ്ത്ത്ഫുൾനെസ്. എന്താണ് ജീവിതം? ലൈഫ് ഈസ്
relationship and life is responsibilities. ക്രോസിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു വെർട്ടിക്കൽ ആൻഡ് എ ഹൊറിസോണ്ടൽ ആസ്പെക്ട്. വെർട്ടിക്കൽ ആസ്പെക്ട് man to God relationship and horizontal aspect man to man relationship. മരണത്തിന് ശേഷം കുറച്ച് കണ്ണുനീര് അദ്ദേഹം ഇവിടെ ഓർപ്പിച്ചല്ലോ ഒഴിച്ചത് കൊണ്ടോ, വലിയ ചിലവുകൾ നടത്തി ശുശ്രൂഷ നടത്തിയത് കൊണ്ടോ, ഇതൊക്കെ യോഗ്യമായി ചെയ്യണം. അതിനേക്കാൾ വലുത് ജീവിച്ചിരിക്കുമ്പോൾ ബന്ധങ്ങൾ സൂക്ഷിക്കുക. ദൈവവുമായി ബന്ധം സ്ഥാപിച്ച വ്യക്തി മനുഷ്യരോടും നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചിരിക്കും. ഭർത്താവ് എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ, മാതാപിതാക്കൾ, അങ്ങനെ ഏതെല്ലാം നിലകളിൽ ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ ഈ മരണം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. രണ്ട്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ. ഉത്തരവാദിത്തങ്ങൾ ഓരോ നിലയിലും നമ്മൾ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പിതാവിനോടുള്ള ബന്ധത്തിൽ, മാതാവിനുള്ള ബന്ധത്തിൽ, ഭാര്യയോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോട്, ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു സഭാവിശ്വാസി എന്ന നിലയിൽ, നല്ല നിലയിൽ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാൻ ഈ മരണം നമ്മളോട് ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ അദ്ദേഹം ജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ചില മണിക്കൂറുകൾക്ക് മുമ്പും അത് പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ എത്ര ഒരു ഭാഗ്യമായ മരണമാണ്. മറ്റൊന്നുകൂടെ എനിക്ക് പറയാനുണ്ട്, അദ്ദേഹം ഒരു ഭാഗ്യവാനാണ്. നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പ്രിയ കുഞ്ഞോളമാമയും മക്കളും കൊച്ചുമക്കളും അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് യാത്രയാക്കത്തക്ക നിലയിലുള്ള ഒരു സായാഹ്ന ജീവിതം അദ്ദേഹത്തിന് ദൈവം നൽകിയത് അദ്ദേഹത്തിന്റെ ഭാഗ്യവും കൂടാതെ കുഞ്ഞോളമാമയുടെയും മക്കളുടെയും അനുഗ്രഹമാണ്. നിങ്ങൾക്ക് എന്നെന്നും ഓർമ്മിക്കുവാനും ദൈവത്തിന് സന്തോഷിക്കുവാനുള്ള ഒരു നല്ല അനുഭവമായി നമ്മളെല്ലാവരും വിട പറഞ്ഞേ പറ്റൂ. എന്നാൽ ഇത്തരത്തിൽ വിട പറയാൻ കഴിഞ്ഞാൽ അല്പം ക്ഷീണങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ഒരുപടിയോട് അടുക്കുവാനും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും അത് സഹായിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഇന്ന് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. മോശ പാടിയ സങ്കീർത്തനത്തിലെ ഒരു വാക്യം കൂടെ പറഞ്ഞാനിരിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ സംസാരിക്കുന്ന ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മഹാകവി KV സെമൻ സാർ അവറുകളുടെ മരണത്തിൽ മൂത്താൻ പക്കൽ കൊച്ചുഞ്ഞു ഉപദേശിച്ച് പറഞ്ഞ പോലെ മരണമെന്ന ക്യൂവിന്റെ ഏറ്റവും മുന്നിലായിരുന്നു സൈമൺ സാർ അവറുകൾ. നമ്മളെല്ലാം ആ ക്യൂവിന്റെ ഏതോ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. എപ്പോഴെന്നറിഞ്ഞുകൂടാ. എത്രയും വേഗം അങ്ങനെ ഒരു ദിവസം നമുക്കും ഉണ്ടാകും. അതുകൊണ്ട് ഒരുക്കത്തോടെ ബന്ധങ്ങൾ സൂക്ഷിക്കുവാൻ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ, അത് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിപ്പാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഈ ദുഃഖത്തിൽ ഞാൻ വ്യക്തിപരമായും കുടുംബമായും ചേരുന്നതോടൊപ്പം IPC ശാലേം ചർച്ചിന്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. പ്രത്യാശയോടെ പ്രിയ പിതാവിനെ നമുക്ക് യാത്ര അയക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആയിരിക്കുന്നവരും ദൂരത്തായി ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബത്തോടൊപ്പം എല്ലാവർക്കും ഇന്ന് പങ്കാളികളാകുവാൻ കർത്താവ് തന്ന ഈ സമയത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം ബിച്ചാനും ചേച്ചിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. ആ ബന്ധം വർഷങ്ങളായിട്ടുള്ള ബന്ധമായി. ഇവർ വന്നപ്പോഴോ അല്ലെ ഞാൻ വന്നപ്പോൾ തൊട്ടുള്ള ബന്ധമാണ്. അത് ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കുന്നു. അപ്പച്ചനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ഈ ഒരു മാസത്തിന് മുമ്പ് അല്ലേ, ഒരു മാസത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനെ അപ്പച്ചനെ കാണുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പച്ചൻ്റെ അടുക്ക് വരുവാനും അപ്പച്ചനോടൊപ്പം ഇരിപ്പാനും കുറേ സമയം അപ്പച്ചനോടൊപ്പം പങ്കിടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനമൊക്കെ ഷെയർ ചെയ്യുവാനും കർത്താവ് സഹായിച്ചു. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അപ്പച്ചൻ്റെ പ്രത്യാശ വലുതായിരുന്നു, മമ്മിയുടെ പ്രത്യാശയും വലുതാണ്. കർത്താവ് ആ അപ്പച്ചൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ദൈവസ്നേഹത്തെ അവനോട് സംസാരിക്കും തോറും നമുക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞു. വേദനയുണ്ട്, പക്ഷേ വളരെ പ്രത്യാശയോടിരിക്കുന്ന ഒരു പിതാവിനെ കാണുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അത് കഴിഞ്ഞ് ഞാൻ പലരോടും ഈ അപ്പച്ചൻ്റെ കാര്യം പറയുവാനിട വന്നു. കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആദിയേക്കാൾ അവസാനം നല്ലതാകുന്നത് നല്ലത്. എപ്പോഴും അവസാനം നല്ലതാകുന്ന എപ്പോഴും നല്ലത്. അപ്പച്ചനെ സംബന്ധിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ പപ്പായെ സംബന്ധിച്ച് പറഞ്ഞാൽ
കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യ പദവിയാണ് ഈ മക്കളുടെ ശുശ്രൂഷ ലഭിക്കാനും. മക്കൾക്ക് ലഭിക്കാവുന്ന വെച്ച് ഏറ്റവും വലിയ ഭാഗ്യ പദവിയാണ് അപ്പനെ ശുശ്രൂഷിക്കാനും കിട്ടിയ അവസരം. എനിക്കും അങ്ങനെ ഒരു അവസരം കിട്ടി. അത് ഞാൻ ഇന്നലെ വിശാനുമായിട്ട് ഷെയർ ചെയ്യായിരുന്നു. കാരണം ഈ അസുഖം വരുന്നതിന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നത് ലോക്ക്ഡൗൺ ആയി, അതുകൊണ്ട് പോയില്ല. ഇവിടെ നിന്നു, ഈ അസുഖം കണ്ടുപിടിക്കപ്പെട്ടു. മക്കൾക്ക് എല്ലാവർക്കും അപ്പനെ ശുശ്രൂഷിക്കാൻ കിട്ടിയ ഒരു അവസരം. ഇല്ല എങ്കിൽ നാട്ടിൽ പോയി ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. വിജയൻ പറഞ്ഞതുപോലെ നാട്ടിൽ ചെന്ന് കൂടെ നിന്ന് ശുശ്രൂഷിക്കാനുള്ള സാഹചര്യം കിട്ടത്തില്ല. പക്ഷെ ഇവിടെ നിന്ന് ഈ പ്രിയ പിതാവിനെ അപ്പച്ചന് ശുശ്രൂഷ അനുഭവിപ്പാനും മക്കൾക്ക് ശുശ്രൂഷ കൊടുക്കുവാനും കിട്ടിയത് ഏറ്റവും വലിയൊരു പദവിയാണ്. അത് ആ പിതാവ് ചെയ്ത നന്മയുടെ ഫലമെന്നേ ഞാൻ പറയത്തുള്ളൂ. ദൈവം അപ്പച്ചനോട് കാണിച്ച ഏറ്റവും വലിയ കരുണയാണ്. രക്ഷയാണ് ഏറ്റവും വലുതെങ്കിൽ പോലും ആ സമയത്ത് തന്നെ ഈ ഭൂമിയിൽ വെച്ച് ഇങ്ങനൊരു കെയർ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ അങ്ങനൊരു അന്ത്യം പ്രിയ പിതാവിന് കർത്താവ് കൊടുത്തതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുക. കാരണം ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, തൻ്റെ മക്കളോടുകൂടെ സന്തോഷിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോഴും അന്ന് ഇവരെല്ലാവരോടും ഇരുന്ന് തമാശ പറയുന്നത് കേട്ടു. ടോണിയോട് പറയട്ടെ, പൊറോട്ട മേടിച്ചുകൊണ്ട് വരാൻ പറയട്ടെ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ അപ്പച്ചനെ ആ ഒരു നല്ല സന്തോഷത്തിലാണ് അപ്പച്ചൻ ഈ ഭൂമിയിൽ നിന്ന് ഇപ്പം മാറ്റപ്പെട്ടിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പിന്നെ അപ്പച്ചനെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പാസ്റ്റർ റോബ് പറഞ്ഞതുപോലെ, തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന പോലെ, നിങ്ങൾ ഈ വചനത്താൽ തമ്മിൽ ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുവാ? നമ്മുടെ കർത്താവ് മടങ്ങി വരിക തന്നെ ചെയ്യും. കർത്താവ് മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ നിശ്ചയമായും ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? അവനെ എതിരേൽക്കും. അപ്പം രൂപാന്തരപ്പെട്ട് നമ്മൾ അവനെ എതിരേൽക്കും. അപ്പച്ചനെ സംബന്ധിച്ച് അപ്പച്ചൻ ക്രിസ്തുവിൽ മരിച്ച മനുഷ്യനാണ്. ക്രിസ്തുവിൽ ഒരു വ്യക്തി മരിക്കണമെങ്കിൽ ആ വ്യക്തി ക്രിസ്തുവിൽ ജനിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പച്ചന് വീണ്ടും ജനിക്കുവാൻ ഭാഗ്യം കർത്താവ് കൊടുത്തു. സ്നാനപ്പെടുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. കൂട്ടായ്മ ആചരിപ്പാൻ, ഇപ്പൊ പാസ്റ്റർ പറഞ്ഞതുപോലെ കൂട്ടായ്മ ആചരിക്കാനൊക്കെ കർത്താവ് ഭാഗ്യം കൊടുത്തു. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ച അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് വേർപെടുമ്പോൾ നമുക്ക് മാനസികമായി വിഷമം ഉണ്ടെങ്കിൽ പോലും അത് ഒരു വലിയ ഭാരമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൽ നമുക്ക് തന്ന വചനത്തിൽ, പരിശുദ്ധാത്മാവിൽ നമ്മളോട് പറയുക, നിങ്ങൾ ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. എന്തുവാ നമുക്കുള്ള പ്രത്യാശ? നമ്മൾ വീണ്ടും കാണും. നമുക്ക് ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് ആനന്ദിക്കുവാനും കർത്താവ് നിശ്ചയമായിട്ടും അവസരം ഒരുക്കി തരിക തന്നെ ചെയ്യും. അപ്പൊ ഇന്ന് ഈ മെമ്മോറിയൽ സർവീസിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രിയ പിതാവിലൂടെ ദൈവാത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്നാ? നമ്മളും ക്രിസ്തുവിൽ ജീവിക്കുന്നവരായിരിക്കും. ക്രിസ്തുവിൽ മരിച്ചെങ്കിൽ മാത്രമേ ആ കാഹളത്തിൽ നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആ ഒരു വാക്ക് മാത്രം പരിശുദ്ധാത്മാവിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ കുടുംബത്തോടുള്ള അനുശോചനം അറിയിക്കുന്നു. ദൂരത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള അനുശോചനം അറിയിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിൽ മരിച്ചവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, മരിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിനായി മരിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും അച്ഛന് സംസാരിക്കാനായിട്ട് പറ്റും. അച്ഛൻ്റെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട്. ശരിയായോ? ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട പാസ്റ്റർമാര്, പ്രിയപ്പെട്ട ബിജു, ഷൈല, ഷൈനി, ടോണി, മറ്റ് ദുഃഖാർത്തരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, വിദൂര സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രിയപ്പെട്ട ആളിയന്റെ മരണം വളരെ സങ്കടം ഉളവാക്കുന്നതായിട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഈ നാട്ടിൽ വെച്ച് കാണുവാൻ തക്കവണ്ണം കാണുവാൻ തക്കവണ്ണം സാധിക്കാഞ്ഞതിലുള്ള ആ ഒരു വിഷമമുണ്ട്. അദ്ദേഹം ദോഹയിൽ അതിന് ശേഷമായിട്ട് പല പ്രാവശ്യം ഞാൻ വിളിക്കുന്ന അവസരത്തിലൊക്കെ പറയുമായിരുന്നു, ഞങ്ങളങ്ങ് വരിക, പ്ലെയിന് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് വരാത്തത്, പ്ലെയിന് റെഡി ആകുകയാണെങ്കിൽ ഞങ്ങൾ ഉടനെ അങ്ങ് വരും എന്ന് പലപ്പോഴും പറയുമായിരുന്നു. പിന്നെ ആണ് പ്രിയപ്പെട്ട ആളിയന് സുഖമില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. അന്നേരം ഞാൻ വിചാരിച്ചു ആ രോഗത്തിനൊരു സൗഖ്യം വരുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുവരുമെന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ അത് ഉണ്ടാകാഞ്ഞ അവസരത്തിൽ ഞാൻ പറഞ്ഞു, ആളിയനെ എനിക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ കോളിൽ എന്നെ കാണിച്ചു. ഞാൻ സംസാരിച്ചു, എന്നോട് സംസാരിച്ചു.
കണ്ണ് അടച്ചു പിടിച്ചാണ് സംസാരിച്ചത്. ഞാൻ അന്നേരം പറഞ്ഞ ആളിയെ കണ്ണും തുറന്നേ എന്ന് പറയുമ്പോഴും ആ അവസരത്തിൽ കണ്ണ് തുറന്ന് എന്നെ നോക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒന്ന് കാണാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ മരണം ഒരു വിദേശ രാജ്യത്ത് ആയിത്തീർന്നു. ഇവിടെ വന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്ന ആ കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതും സാധിച്ചില്ല. വളരെ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എന്നെ വളരെയധികം സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി, വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുള്ളത്. ഒരിക്കൽ പോലും ഒരു കറുത്ത ഒരക്ഷരം പറയുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഇട ഉണ്ടായിട്ടില്ല. പല കാര്യങ്ങളിലും എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിരസ വഹിച്ച് പറയുന്ന രീതിയിൽ അതൊക്കെ പ്രവർത്തിക്കാൻ തക്കവണ്ണം സദാ അങ്ങനെ സന്നദ്ധനായിട്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് കാണാൻ തക്കവണ്ണം സാധിച്ചിട്ടുള്ളത്. ഞാൻ എലന്തൂര് ചെല്ലുന്ന അവസരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് പറയും, കുഞ്ഞുമോളെ അച്ഛൻ എന്താ കൊടുക്കുന്നേ? കുഞ്ഞുമോളെ ഞാൻ ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ അളിയൻ പറയും, ഞാൻ കുഞ്ഞുമോളെ എടുക്കണ്ട, ഞാൻ തന്നെ എടുക്കാം, ഞാൻ എടുത്തെങ്കിൽ അത് ശരിയായിട്ട് കൊടുക്കാൻ തക്കൊണ്ട് സാധിക്കും. അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കിക്കൊണ്ട് സാധനങ്ങൾ ഞാൻ പോരുന്ന അവസരത്തിൽ ഇത് അച്ഛന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആണെങ്കിൽ അത് മുഴുവനോട് കൊണ്ടുവന്നതിന്റെ മുന്നിൽ വെച്ചിട്ട് അച്ഛന് ഇഷ്ടമുള്ള കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു വെച്ച് ആ കാര്യങ്ങളൊക്കെ തന്ന് എന്നെ വിടുവാൻ തക്കവണ്ണം അത്ര വലിയ താല്പര്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് കാണുവാൻ തക്കൊണ്ട് സാധിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ മരണത്തിലെ വിയോഗത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇനി അദ്ദേഹം ഇല്ലാത്തതായിട്ടുള്ള ഒരു എലന്തൂരെ ഭവനത്തിലേക്കാണല്ലോ ചെല്ലേണ്ടത് എന്ന് ഓർക്കുന്നുണ്ടെന്ന് വളരെയധികം സങ്കടമുണ്ട്. അദ്ദേഹത്തിന്റെ മകളെക്കാൾ കൂടുതലായിട്ട് എന്നെ സ്നേഹിച്ചു എന്ന് എനിക്ക് പലപ്പോഴും പറയുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. അത്രമാത്രം ആ സ്നേഹം എനിക്ക് അദ്ദേഹത്തിന് എന്നോട് ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ ഞാൻ വിചാരിച്ചു, അവിടെ ദോഹയിലായിരിക്കുന്നത് കൊണ്ട് ആ മക്കളെല്ലാവരും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. രോഗത്തിന്റെ ചികിത്സയ്ക്ക് ഉള്ള വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. അവരുടെ ചെയ്യാവുന്നതിൻ്റെതായിട്ടുള്ള പരമാവധി കാര്യങ്ങളെല്ലാം അവർ ചെയ്തു എന്നുള്ളത് എനിക്ക് പരമമായിട്ടുള്ള ബോധ്യമുണ്ട്. ശൈല അളിയനെ കിടന്നായിട്ടുള്ള കട്ടിലും ആ റൂമും ഒക്കെ അതിന്റെ ഫോട്ടോ കാണിക്കുകയുണ്ടായി. അന്നേരം വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ അളിയനെ അവിടെ കിടത്തിയിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. അദ്ദേഹത്തിന് വേദനയും ഒക്കെ ഉണ്ടായിട്ടും അതിൽ കൂടുതൽ ബുദ്ധിമുട്ടാതെ അവരെല്ലാം രാത്രിയിലും പകലുമായിട്ട് അവർ സമയമെടുത്ത് ടേണെടുത്ത് വന്ന് നിന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വേദന കുറയ്ക്കാൻ തക്കമുള്ള മരുന്ന് കൊടുക്കുന്നു ഒക്കെ ഉള്ള വിവരങ്ങൾ അതാത് സമയത്തൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവരുടെ ആ സേവനങ്ങൾ, അവരുടെ ആ പരിചരണങ്ങൾ വേണ്ട രീതിയിൽ ആസ്വദിക്കുവാൻ തക്കോടെ, മക്കളുടെ പരിചരണം വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ തക്കോടെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നാട്ടിലായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരം കിട്ടുകയില്ലായിരുന്നു. അവർക്ക് എല്ലാവർക്കും വന്ന് അതുപോലെ നിന്ന് അതുപോലെ പരിചരിക്കാൻ തക്കോടെ സാധിക്കുകയില്ലായിരുന്നു. അതൊരു അങ്ങനെ ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ അതിലുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആ വേർപാട് ദുഃഖത്തിലാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടാവുന്നതായിട്ടുള്ള ഒരു വലിയ ഒരു സന്തോഷാനുഭവങ്ങൾ അവിടെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പോഴ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നു. ദൈവം അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോള്, ബിജു, ഷൈല, അതുപോലെ തന്നെ ഷൈനിയും കുടുംബവും, ടോണിയും കുടുംബവും, സോണിയും കുടുംബവും, എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എന്റെ എല്ലാവിധമായിട്ടുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കും. കൊച്ചുകുഞ്ഞുങ്ങൾ ഇനി സംസാരിക്കാം. കൊച്ചുകുഞ്ഞുങ്ങൾ ഒന്ന് കൈ ഒന്ന് ഉയർത്തണമേ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. പാസ്റ്റർ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അളിയന് ഭാഗ്യവാനാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഭാഗ്യവാനാണ്. ഞങ്ങൾക്ക് ഒരളിയനാണ് ഉണ്ടായിരുന്നത്, എലന്തൂരെ അളിയന്. എലന്തൂരെ അളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലന്തൂരെ അളിയനാണെന്നുള്ളത്
ഞങ്ങളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ആ എളിയ ജീവിതം ഒരുപാട് വഴിമുട്ടിയ ജീവിതങ്ങൾക്ക് നിറമുള്ള ജീവിതങ്ങളാക്കി മാറ്റുന്നതിന് അദ്ദേഹം കാരണമായി തീർന്നു. അതിന്റെ ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കൂടെ ഏറെ നാളായിട്ട് ജീവിക്കുന്നതിനും അദ്ദേഹത്തിന്റെ സ്നേഹാദരങ്ങള് ഏറ്റുവാങ്ങുന്നതിനും എനിക്ക് ഇടയായി. ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. അദ്ദേഹം ഇവിടുന്ന് പോകുമ്പം എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ പ്രയാസമുള്ള വാർത്ത അറിയാൻ പറ്റുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഇത്രയും വാത്സ്യത്തോടുകൂടി സ്നേഹിക്കുന്ന ഒരു പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അത് പുള്ളിയുടെ സ്വന്തം കുഞ്ഞുങ്ങളായി കഴിഞ്ഞാലും അല്ലാത്ത കുഞ്ഞുങ്ങളായി കഴിഞ്ഞാലും യേശുദമ്പുരാൻ കുഞ്ഞുങ്ങളോട് ചേർത്ത് പിടിച്ച് അവരെ ഉമ്മ വെച്ച് അവരെ ലാളിക്കുന്നത് ഞാൻ വളരെ അസൂയയോടുകൂടി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വേർപാട് വളരെ വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നിരിക്കലും തൻ്റെ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം പ്രവാസിയായിരിക്കെ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു ചേർന്നത് ഒരു തരത്തിലൊരു മഹാഭാഗ്യമായിട്ട് വേണം കരുതാനായിട്ട്. ഇവിടെ വന്നിരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു, അന്ത്യചുംബനം കൊടുക്കാമായിരുന്നു. പക്ഷെങ്കിൽ അതിന് ഇടയായില്ലെന്നുള്ള നിലയിലും അദ്ദേഹം ഒരു ഭാഗ്യമരണമാണ് പ്രാപിച്ചിരിക്കുന്നതെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് അന്ത്യചുംബനം അർപ്പിക്കുന്നതിന് പുത്തൻകാവിൽ നിന്നും ഞാനും ബേബിക്കുട്ടിയും നിമിഷും ഹെലേനായും ബേബി ഡേവിഡും ജൂവലും ബേബി ലൂക്കും ബേബി മാത്യുവും ജെസിനും പ്രവീണും ഞങ്ങളുടെ അന്ത്യചുംബനം അദ്ദേഹത്തിന് നെറുകയിലേക്ക് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. May I offer my apologies to those who do not understand Malayalam. I'll be speaking in Malayalam and praying. നമ്മുടെ കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്നവരും സൂമിൽ ഈ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്തവരും എല്ലാവരും കേൾക്കാനായിട്ട് വളരെ ചുരുക്കമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അടുത്ത നടപടിയിലേക്ക് പോകാം. എൻ്റെ പേര് ജോമോൻ എന്നാണ്. ദൈവസന്നിധിയിലേക്ക് നിത്യവാസത്തിനായിട്ട് കടന്നുപോയ അപ്പച്ചൻ്റെ പ്രിയ മക്കളെ കുറച്ച് വർഷങ്ങളായിട്ട് അടുത്തറിയാനും അവരോട് സ്നേഹത്തിൽ ഇടപെടാനും കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും. മരണം, ഈ ഭൗതികമായ വിയോഗം നിശ്ചയമായിട്ടും ഓർമ്മകളുടെയും ചിന്തകളുടെയും അവലോകനങ്ങളുടെയും സമയമാണല്ലോ. നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശയും പരിശുദ്ധാത്മാവ് മാത്രം തരുന്ന സമാധാനവും എല്ലാം ഉണ്ടെങ്കിലും വേർപാട് നിശ്ചയമായും നമുക്ക് വളരെ ദുഃഖം വരുത്തുന്നതാണ്. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ സംസാരിച്ചും തൊട്ടും ഇടപെട്ടും ഇരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തി, പ്രത്യേകിച്ച് അമ്മച്ചിക്ക് 50 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ച മക്കൾ, ഒന്നിച്ചടുത്ത് ഇടപെട്ട കൊച്ചുമക്കൾ, ലാളനം അനുഭവിച്ച ഈ ഓർമ്മകൾ മാറ്റിക്കളയാനൊക്കത്തില്ല. നമുക്ക് ഓർമ്മകളുണ്ട്, നമുക്ക് കണ്ണുനീരുകളുണ്ട്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, മുമ്പ് പറഞ്ഞവർ ഓർപ്പിച്ചതുപോലെ ഞാൻ ഒരു കാര്യം മാത്രം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഓർമ്മകളെയും നമ്മുടെ ചിന്തകളെയും എല്ലാം അതിന് പശ്ചാത്തലം കൊടുക്കുന്നത് നമ്മുടെ സർവശക്തനായ യേശുവാണല്ലോ. അപ്പോൾ നമ്മൾ കരയുമ്പോഴും ദുഃഖിക്കുമ്പോഴും വേർപാടിൻ്റെ വേദന അനുഭവിക്കുമ്പോഴും നമ്മൾ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രോത്സാഹനവും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കൂ. സ്വർഗസ്ഥനായ
നമ്മുടെ സർവശക്തനായ പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്ന കർത്താവ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. അവൻ മരണം രുചിച്ച്, കബറടക്കം അനുഭവിച്ച്, മരണത്തിന്റെ മേലെ നിത്യവിജയം പ്രാപിച്ച്, എല്ലാത്തിനും അധികാരിയായി യേശുവിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ. നമുക്ക് അവൻ അനുഭവിക്കാത്ത കാര്യങ്ങൾ ആരും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അവൻ അനുഭവിച്ചു ഈ വലിയ വിജയം നേടിയിരിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ, അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അവന്റെ കയ്യിലിരിക്കുന്നത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലാണല്ലോ. എല്ലാത്തിനും എല്ലാത്തിനും മേലെ അധികാരം സ്ഥാപിച്ചു യേശു. അവന്റെ മുമ്പിലേക്ക് നമ്മൾ നോക്കുന്നു. അവന്റെ കൂടെയാണ് അപ്പച്ചൻ ഇരിക്കുന്നത് എന്നുള്ള ആനന്ദം, സന്തോഷം. അതേപോലെ തന്നെ നമ്മുടെ ദുഃഖത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നമ്മുടെ ഹൃദയം, നമ്മുടെ സങ്കടവും നമ്മുടെ വേർപാടിന്റെ വ്യസനവും അറിഞ്ഞ് നമ്മളോടൊത്ത് കരയുന്ന ഒരു കർത്താവാണല്ലോ നമ്മുടേത്. റോബ് പറഞ്ഞതുപോലെ ലാസറസിന്റെ മരണത്തിൽ അവന്റെ സഹോദരിമാരോടൊപ്പം കരഞ്ഞ്, പുനരുത്ഥാനവും ജീവനും ഞാൻ തന്നെ ആകുന്നെന്നും എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ഒന്ന് ഉറപ്പ് തന്ന കർത്താവ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവനിൽ നോക്കാം. അവനിൽ ഉള്ള നിത്യജീവിതം, അവനിലുള്ള പ്രത്യാശയും അവനിലുള്ള ആനന്ദത്തിലും ഇപ്പൊ നമ്മുടെ എല്ലാ ചിന്തകളും, നമ്മുടെ എല്ലാ വ്യസനങ്ങളും അപ്പോൾ സ്ഫുടമായി നമ്മുടെ ജീവിതത്തിൽ, നേരത്തെ ഈ സർവീസിനെ പറ്റി പറഞ്ഞ പോലെ നമ്മുടെ ഓർമ്മകൾ ആനന്ദത്തിന്റെ ഓർമ്മകളാകട്ടെ, നല്ല ഓർമ്മകളാകട്ടെ. കാരണം നമ്മുടെ ഈ വേർപാട് തികച്ചും താൽക്കാലികമായതുകൊണ്ട് നല്ല ഓർമ്മകൾ, ഇപ്പൊ ഇവിടെ പങ്കുവെച്ചതുപോലുള്ള കാര്യങ്ങൾ ഓർക്കാം. നമുക്ക് ദൈവത്തിൽ സ്തുതിക്കാം, ദൈവത്തിൽ ആനന്ദിക്കാം. നമ്മൾ കരയുമ്പോഴും ദൈവത്തിന്റെ വേറെ ഒരു രീതിയിലും കിട്ടാത്ത ആനന്ദം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും പ്രിയപ്പെട്ട കുടുംബത്തെയും സുഹൃത്തുക്കളെയും പരിചയക്കാരുടെയും എല്ലാം ഹൃദയത്തെ ദൈവത്തിന്റെ പരിശുദ്ധാനന്ദം നിറയ്ക്കട്ടെ. പ്രത്യാശയും മനസ്സിലാക്കാവുന്നതിന് പരിധിയായുള്ള സമാധാനവും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർമ്മിക്കുന്ന കാര്യം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞതുപോലെ നേരത്തെ നമുക്ക് ഓർമ്മിക്കാൻ ആഗ്രഹമില്ലാത്ത കാര്യമാണ് മരണം. പക്ഷേ നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമെന്നുള്ള നിശ്ചയമായ ധാരണ, ഈ ഓർമ്മയും നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. എത്രയും മഹാ ഒരു കാര്യം, നമുക്ക് ഒരിക്കലും ആർക്കും ഒഴിവാക്കാനാകാത്ത കാര്യം. ഈ അപ്പച്ചൻ യേശുവിൽ ജീവൻ പ്രാപിച്ചതുകൊണ്ട്, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കപ്പെട്ട് പുതിയ ജീവൻ പ്രാപിച്ചതുകൊണ്ട് ആനന്ദത്തോടുകൂടി ദൈവത്തിന്റെ കൂടെ നമുക്ക് ഉറപ്പോടുകൂടി പ്രത്യാശയോടുകൂടി ഇരിക്കാവുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കട്ടെ, നമുക്ക് എല്ലാവരും കർത്താവിനോട് ഒന്ന് ചേർത്തിരിക്കാം. യോഹന്നാന്റെ 1 പറയുന്ന പോലെ നമ്മൾ ദൈവം സ്നേഹിച്ചു, നമ്മൾ അവനെ കാണുമ്പോൾ അവനെ പോലെ ആകും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് അവന്റെ മുമ്പിൽ യേശുവിന്റെ മുഖത്ത് നോക്കി നമുക്ക് പോകാം. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സർവശക്തനായ പിതാവേ, അവിടത്തേക്ക് ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ മാഞ്ഞു പോകാത്ത വാക്കുകൾ യേശുവിന്റെ ജീവിതത്തിലും കബറടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും പൂർത്തീകരിക്കപ്പെട്ട പ്രവാചകന്മാരുടെ വചനങ്ങൾ, ആ വചനങ്ങൾ തന്നെ കർത്താവിന്റെ തിരിച്ചു വരവിനെ പറ്റി പറയുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഇളകിപ്പോകാത്ത പ്രത്യാശയുള്ളത് കൊണ്ട് കർത്താവെ, അവിടത്തേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ആനന്ദവും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചനെ പറ്റി ഓർക്കുമ്പോൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ല ഓർമ്മകൾ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും ഓർത്താനായിട്ട് സഹകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സ്മരിക്കുന്നു, അവിടുന്ന് വന്നു പോയി ഇനി തിരിച്ചു വരാനുള്ള ദൈവം മാത്രമല്ല, ഇമ്മാനുവൽ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണല്ലോ. ഓരോ ദിവസവും, ഇനിയുള്ള ഓരോ ദിവസവും കർത്താവ് ഞങ്ങൾ കാണുന്നതുവരെ കർത്താവിന്റെ സാന്നിധ്യം
ഇമ്മാനുവൽ, ഗോഡ് വിത്ത് us, ദൈവം നമ്മോടുകൂടെ. അവിടുത്തെ സാന്നിധ്യം പ്രിയപ്പെട്ട എല്ലാവരുടെയും കൂടെ, ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ, അവിടുത്തെ പിതാവിൻ്റെ സ്നേഹവും കർത്താവായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ എല്ലാവരോടും കൂടെ, പ്രത്യേകിച്ച് മക്കളുടെയും അമ്മച്ചിയുടെയും കൊച്ചുമക്കളുടെയും ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Thank you, Jimon. And thank you, Reverend Matthew Thomas and Pastor Koshi and Pastor Gerald. Thank you, Biju. Incredible leading and just representing the heart of God in so many ways. Thank you to Yuden and Mladen for putting the Zoom and everything together, and Cliff on the sound and the audio. Thank you for Catalina for arranging all the arrangements and flowers and all these things together. We are so privileged that we can do this in a time like this. I want to ask John Mark. Thank you, John Mark, also for leading us in worship, but to lead us in one more worship song as we close and we leave from here to go together towards Dukan. Biju, is there any specific additional arrangement you want to tell anybody about the travel to Dukan? Do you all want to drive in convoy, or do you want to just meet there as I suggested? Meet there, better. So for those on the Zoom who are meeting us, we'll be gathering for 3:00 at the Dukan Cemetery. We will be commencing somewhere between 3 and 3:30, but not later than 3:30 to start with what we are wanting to do there, and to do the burial. So please feel free to join us. If we are more than the numbers allow, we will divide them into batches. So we have one batch there and then one batch following. So please feel free to come. Don't feel that you cannot come. John Mark, thank you. And Yuden, would you guys let us all stand as we worship one more song together. And those on the Zoom, please keep yourself muted, but please feel free to worship with us. These are moments of sadness, but of incredible joy. And God, we are so grateful that our hope is in you, eternal, that our hope is everlasting, that our hope continues for all time. And our hope is Jesus. Jesus, you are the Lord, the salvation, the Savior of mankind and of us and of Babu. And today we worship you across language barriers, in Malayalam, in English, and whatever language we can find you. We worship you and bring you honor and praise. Let us do so now, John Mark. The splendor of the King, clothed in majesty, let all the earth rejoice, all the earth rejoice. He wraps himself in light, and darkness tries to hide. They tremble at his voice, tremble at his voice. How great is our God? Sing with me, how great is our God? And oh, we'll sing how great is our God. From age to age he stands, and time is in his hands, beginning and the end, beginning and the end. The Godhead, 3 in 1. Father, Spirit, and Son. The Lion and the Lamb, the Lion and the Lamb.
great is our God. Sing with me, how great is our God. And so we'll see how great is our God. Sing how great is our God. Sing with me, how great is our God. And so we'll see how great is our God. Yours is the name above all names. You are worthy of all praise, and my heart will sing how great is our God. Name above all names. You are worthy of all praise, and my heart will sing how great is our God. Thank you for the guys in the offices. Thank you for the people in the homes. Thank you for all those that have gathered. What a special time it is for the family. The book of Romans, Paul finishes when he writes to an incredible group of friends and family members across the nation. And he writes to them as they are his partners in the gospel. And he says, now to him who is able to establish you in accordance with my gospel, the message I proclaim about Jesus Christ, in keeping with the revelation of the mystery hidden for long ages past, but now revealed and made known through the prophetic writings by the command of the eternal God, so that all the Gentiles might come to the obedience that comes from faith. To him, the only wise God, be glory forever through Jesus Christ, I pray. Amen. May the Lord be with you. May he bless you. May he heal your heart. May the fellowship of the Holy Spirit come to rest upon you. And may he give you peace and strength and grace and abundance in days of trial like this right now. Know that God is with you, that God will help you, that God will strengthen you. And he will bring you through as we celebrate and with anticipation look forward to the day in our hope that is eternal, that we will celebrate with Babu as we worship the King Jesus together. In Jesus' name, Father, I pray. Would you come and do this, establish it in our hearts, solidify the hope, heal our grief, strengthen our weakness, and bring us grace in abundance. In the mighty name of the matchless Jesus Christ, we pray. Amen. God bless you. God bless you all. For those that are driving to Dukan, please drive safely, and we'll see you there in about an hour or so. And to all the rest, what we will do too, we will put a Zoom on my phone from Dukan, and so we'll try and share with all those. So we'll reconnect on the Zoom link that you can, from your offices, if you'd like to be with the family there in Dukan at the gravesite. God bless you, and we'll see you soon. Amen. All right. Please grab some water on the way out that we don't drive off and be thirsty. Thank you guys so much for your help and incredible service. Thank you guys.
പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസീയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസീയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം
വാഴുവാൻ. എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ, മണ്ണിൽ നിന്നു പിറന്നവൻ നീ മണ്ണിനോടു തന്നെ ചേരും. എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ, മണ്ണിൽ നിന്നു പിറന്നവൻ നീ മണ്ണിനോടു തന്നെ ചേരും. ഓട്ടാളനേക്കാൾ വേഗത്തിൽ ഓടുന്നതാം നിൻ ജീവിതം ക്ഷണം തീർന്നു പോകും എന്നോർക്ക, ക്ഷണം തീർന്നു പോകും ഓർക്ക നീ. ഇന്നു കണ്ടു വാടുന്നതാ പൂവിനെ നിൻ ജീവിതം വേഗം വാടിപ്പോകും എന്നോർക്ക, വേഗം വാടിപ്പോകും ഓർക്ക നീ. എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ, മാറിപ്പോകുമൊരാവി പോലെ മാറിപ്പോകും നിൻ ജീവനും. ഇന്നു രക്ഷകൻ കയ്യിലേൽപ്പിക്കാൻ, ഇന്നു രക്ഷകൻ കയ്യിലേൽപ്പിക്കാൻ, ചാഞ്ഞു പോകുന്ന നിഴൽ പോൽ മാഞ്ഞു പോകും നിന്നായുസ്സും മണ്ണിൽ മറഞ്ഞിടുമെന്നോർക്ക നീ, മണ്ണിൽ മറഞ്ഞിടുമെന്നോർക്ക നീ. ചൂടിനാൽ കരിഞ്ഞിടുന്നതാ പുല്ലിനു സമമീ ജീവിതം, അത് ദൈവത്തിൻ ദാനമല്ലോ, അത് ദൈവത്തിൻ ദാനമല്ലോ. എന്തു കൊണ്ടുവന്നു നീ
വന്നപ്പോൾ എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ? മണ്ണിൽ നിന്നു പിറന്നവൻ നീ, മണ്ണിനോടു തന്നെ ചേരും. എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോൾ എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ? സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്, സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്. കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം. കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം. ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോടു കൂടെ. ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോടു കൂടെ. എനിക്കായിട്ടൊരു ഭവനം സ്വർഗത്തിൽ കർത്താവൊരുക്കുന്നുണ്ട്. എനിക്കായിട്ടൊരു ഭവനം സ്വർഗത്തിൽ കർത്താവൊരുക്കുന്നുണ്ട്. നവയെരൂശലേം പട്ടണം രമ്യഹർമ്മ്യങ്ങളാൽ ശോഭനം. നവയെരൂശലേം പട്ടണം രമ്യഹർമ്മ്യങ്ങളാൽ ശോഭനം. ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോടു കൂടെ. ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോടു കൂടെ.
മർത്യമായതെല്ലാം മാറിപ്പോ, അമർത്യമായതു ധരിക്കും. മർത്യമായതെല്ലാം മാറിപ്പോ, അമർത്യമായതു ധരിക്കും. മരണം നീങ്ങി ജയാളിയായി കർത്തനോടൊത്തു വിശ്രമിക്കും. മരണം നീങ്ങി ജയാളിയായി കർത്തനോടൊത്തു വിശ്രമിക്കും. ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോടു കൂടെ. ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോടു കൂടെ. കർത്താവ് വാനിൽ വന്നിടുമ്പോ, ഞാനും ആ കൂട്ടത്തിൽ കാണുമേ. കർത്താവ് വാനിൽ വന്നിടുമ്പോ, ഞാനും ആ കൂട്ടത്തിൽ കാണുമേ. എത്രയോ സന്തോഷം മേഘത്തിൽ ശുദ്ധന്മാരൊന്നിക്കും അന്നാളിൽ. എത്രയോ സന്തോഷം മേഘത്തിൽ ശുദ്ധന്മാരൊന്നിക്കും അന്നാളിൽ. ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോടു കൂടെ. ചേരും നാം മേഘത്തിൽ കർത്തൻ സവിധേ, പാർക്കും നാം എന്നാളും തന്നോടു കൂടെ. എന്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ
നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ. സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം. ശുദ്ധന്മാർ പാടുന്നു, ദൂതന്മാരാർക്കുന്നു, നിത്യ സന്തോഷമാണെൻ ഭവനേ. സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം. ശുദ്ധന്മാർ പാടുന്നു, ദൂതന്മാരാർക്കുന്നു, നിത്യ സന്തോഷമാണെൻ ഭവനേ. രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ. ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത്. രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ. ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത്. അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമിഹേ. വിശുദ്ധന്മാർ ഗണം ഹല്ലേലൂയ പാടും, ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു. അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമിഹേ. വിശുദ്ധന്മാർ ഗണം ഹല്ലേലൂയ പാടും, ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു. നിത്യതയുണ്ടൊരു വാസവുമുണ്ട്, മറക്കല്ലേ മനുജാ നീയുലകിൽ. കർത്താവു വാനിൽ വെളിപ്പെടുമാദിനം, സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക. നിത്യതയുണ്ടൊരു വാസവുമുണ്ട്, മറക്കല്ലേ മനുജാ നീയുലകിൽ. കർത്താവ് വാനിൽ വെളിപ്പെടുമാദിനം, സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക. എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ. നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ.
ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. മൺശരീരം മാറി വിൺശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. മൺശരീരം മാറി വിൺശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഗേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹമെല്ലാം ക്ഷയിച്ചു പോകും. ഈ ഗേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹം എല്ലാം ക്ഷയിച്ചു പോകും. സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. സ്വർഗീയ പാർപ്പിടം ഉയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ
വാസമതിൽ കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ. പുത്തനെറുശലേം വാസമതിൽ കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ. കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ, കഷ്ടതലേശവുമില്ലവിടെ. കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ, കഷ്ടതലേശവുമില്ലവിടെ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര